ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 പുതിയ ചരിത്രത്തിലേക്ക്. എന്നാൽ ഈ സന്തോഷം ഏറെ നാൾ നിലനിൽക്കില്ല. എല്ലാം അവസാനിക്കുന്നു. ഏതാണ്ട് 1.5 വർഷം മുൻപാണ് ഏഷ്യാനെറ്റ് അതിന്റെ പ്രധാന പ്രോഗ്രാമുകളിലൊന്നായ സ്റ്റാർ സിംഗറിന്റെ 10ാം സീസൺ ആരംഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2025 മാർച്ച് മാസത്തിൽ ഗ്രാൻഡ് ലോഞ്ചോടെ സീസൺ ആരംഭിച്ചു. സെർഗോ വിജയരാജ് ഷോ ഡയറക്ടറും ചിത്രചേച്ചി മഹാഗുരുവും ടീം ഓണേഴ്സായി ജഡ്ജിംഗ് പാനലിൽ വിധു പ്രതാപും സിതാര കൃഷ്ണകുമാറും. കണ്ണൂർ ഷെറീഫിൻ്റെയും മിഥുൻ ജയരാജിൻ്റെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ 2 സ്കൂളുകൾ. അവതാരകരായി മിഥുൻ രമേശും വർഷ രമേശും എത്തി. അന്നു മുതൽ ഇന്ന് വരെ പ്രേക്ഷകർക്ക് പാട്ടിന്റെ വിസ്മയം തീർക്കുകയായിരുന്നു മത്സരാർത്ഥികൾ. എല്ലാ വാരാന്ത്യങ്ങളിലും വൈകിട്ട് 9 മണിക്ക്. പിന്നീട് ഈ സമയം മറ്റൊന്നായി ക്രമപ്പെടുത്തിയെങ്കിലും പ്രേക്ഷകർ കൂടെ നിന്നു. ഇതിനിടയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ സമയത്ത് ഏതാനും മാസങ്ങൾ ഷോ നിർത്തിവെച്ചിരുന്നു, മൺസൂൺ വെക്കേഷൻ എന്ന പേരിൽ. ഈ സമയത്ത് മത്സരാർത്ഥികൾ എല്ലാവരും അവരുടെ സഹമത്സരാർത്ഥികളുടെ വീടുകളിലും നാടുകളിലും കലാലയങ്ങളിലും ക്ഷണിക്കപ്പെട്ട മറ്റു പ്രത്യേക വേദികളിലുമെല്ലാം എത്തുന്ന ഹോം ടൂറിലൂടെ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ബിഗ് ബോസ് അവസാനിക്കാറായപ്പോൾ ഹോം ടൂർ എപ്പിസോഡുകൾ പ്രത്യേകം സീരീസായി സംപ്രേഷണം ചെയ്തു. ഇപ്പോൾ ഷോ ഒരു പുതിയ റെക്കോർഡിൽ എത്തി നിൽക്കുന്നു. 2026 ജൂലൈ 18 ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡോടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 100 എപ്പിസോഡുകൾ തികയ്ക്കുന്നു. ഏറെ വിപുലമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ 100ാം എപ്പിസോഡ് കടന്നുപോയി. പ്രേക്ഷകർ 100ാം എപ്പിസോഡിന്റെ ആഘോഷങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഷോ അവസാനിക്കാൻ പോകുന്നു. ഏതാനും ആഴ്ചകൾക്കപ്പുറം ഓണക്കാലത്ത് ഷോ അവസാനിക്കും. ഷോയുടെ ആരംഭത്തിൽ 18 പേരും പിന്നീട് പലപ്പോഴായി 4 വൈൽഡ് കാർഡ് എൻട്രികളുമടക്കം ആകെ 22 മത്സരാർത്ഥികൾ പങ്കെടുത്ത ഈ ഷോയിൽ പല ഘട്ടങ്ങളിലായി നടന്ന എലിമിനേഷനുകൾക്ക് ശേഷം നിലവിൽ ഷോയിലുള്ളത് 8 മത്സരാർത്ഥികൾ മാത്രമാണ്. ഷോ നിലവിൽ ഫിനാലെയ്ക്ക് തൊട്ടു മുൻപുള്ള റോഡ് ടു ഫിനാലെയുടെ 10 ആഴ്ചകളിലൂടെ കടന്നുപോകുന്നു. ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഷോ ഗ്രാൻഡ് ഫിനാലെയിലെത്തും. ഓഗസ്റ്റ് മാസം 2ാം പകുതിയിൽ ഓണവും സെപ്റ്റംബറിൽ ബിഗ് ബോസ് മലയാളവും ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ വൈകാതെ ഈ ഓണക്കാലത്തോടടുപ്പിച്ച് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ പ്രതീക്ഷിക്കാം. അതേസമയം പറയാതിരിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം ഈ സീസണിൽ ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെ കുറിച്ചാണ്. മറ്റു പല സീസണുകളെയും അപേക്ഷിച്ച് മികച്ച മത്സരാർത്ഥികളാണ് ഈ സീസണിൽ. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ സ്വഭാവവും ഏറെ കട്ടിയായിരുന്നു. ഒരു പ്രവചനങ്ങൾക്കും ഇട നൽകാത്ത വിധം ഇവരുടെ പ്രകടനങ്ങൾ ഓരോ ആഴ്ചയിലും വ്യത്യാസപ്പെട്ടിരുന്നു. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്ന് കമന്റ് ചെയ്യൂ.